അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഹബീബിങ്ങൾ എന്ന് നമ്മൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ വെല്ലൂരാണ്. വെല്ലൂര് ഹസ്രത്ത് മക്കാൻ. ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിലെ മതപഠനത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ദാറുൽ ഉലൂം ലത്തീഫിയ അറബി കോളേജ്. ഏതാണ്ട് 300 വർഷത്തിന്റെ മേലെ ഈ സ്ഥാപനത്തിന് പഴക്കമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഉപദേശവും നിർദ്ദേശവും അനുസരിച്ചാണ് ഈ മഹത്തായ സംരംഭത്തിന് കാരണക്കാരായ കുത്തുബുല്ല സയ്യിദ് ഷാ അബ്ദുൽ ലത്തീഫ് ബീജാപുരി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ ഇതിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും പറയേണ്ടതുണ്ട്. ഈ കവാടത്തിന്റെ മുമ്പിൽ തന്നെ എഴുതി വെച്ചത് എന്താണ്? കാൻക ഹസ്രത്ത് കുത്തുബെ വെല്ലൂർ. കാൻക എന്ന് പറഞ്ഞാൽ ആത്മീയ പരിശീലനത്തിനും അതുപോലെ മതവിദ്യാഭ്യാസത്തിനും വേണ്ടി ഒരുക്കിയ ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് ഇന്ത്യയിലെ സുൽത്താൻമാര് ഇവിടെ ഇങ്ങനത്തെ കാൻകായിന് വേണ്ടി ധനസഹായം നൽകിയിരുന്നു. ഇൻഷാ അല്ലാഹ് നമ്മള് ഈ സ്ഥാപനവും അക്താബെ വെല്ലൂരി അങ്ങനെ തുടങ്ങിയതൊക്കെ ഇവിടെ നമുക്ക് പറയേണ്ടതുണ്ട്. വീഡിയോയിൽ നമുക്ക് കാണാൻ പോകാം. നിങ്ങളെ പേരെന്നാ? ഇവിടെ എത്ര വർഷം വേല അയച്ച്? 12 വർഷം. എപ്പോ വേല മുടിയും? വേല മുടിയുന്ന ടൈം എപ്പോഴാ? ആ, ഓക്കെ. ഇവിടെ 3 സെക്യൂരിറ്റിമാരുണ്ട്. 24 ഇവിടെ സെക്യൂരിറ്റിമാര് 3 മാറി മാറിയാണ് നിൽക്കുന്നത്. ഇതാണ് നമ്മളെ ഹസ്രത്ത് മക്കാൻ. ഈ ദർഗയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് 6 മഹത്തുക്കളാണ്. ഒന്ന് അബ്ദുൽ ലത്തീഫുൽ ഖാദിരി ബീജാപുരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മകൻ അസയ്യിദ് ഷാ അബുൽ ഹസനുൽ ഖാദിരി കുർബി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഈ അബുൽ ഹസൻ എന്ന പേര് വരാൻ കാരണം ബീജാപുരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മയുടെ ഉപ്പയും ആത്മീയ ഗുരുവുമായ അബുൽ ഹസൻ തങ്ങളുടെ നാമമാണ്. ഒരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ഈ പേര് തന്നെ ഇടാൻ മഹാനവറുകൾ തീരുമാനിച്ച കാര്യമായിരുന്നു. രണ്ടാമത്തെ മഹാൻ മൗലാന സയ്യിദ് ഷാ അബ്ദുൽ ലത്തീഫുൽ ഖാദിരി സൗഖി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ മഹാൻ സയ്യിദ് ഷാ അബുൽ ഹസനുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. നാലാമത്തെ മഹാൻ സയ്യിദ് ഷാ മുഹമ്മദുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തെ മഹാൻ സയ്യിദ് ഷാ അബ്ദുൽ ഖാദിറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. ആറാമത്തെ മഹാൻ മുഹമ്മദ് ബാക്കിറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു. മഹാനായ CM വലിയുള്ളാന്റെ ഉപ്പയായ കുഞ്ഞുമായും കോയ മുസ്ലിയാർ ഇവിടെ പഠിച്ചതും അതുപോലെ 4 മദ്ഹബിൽ ഫത്വ കൊടുക്കാൻ കഴിവുള്ള അഹമ്മദ് കോയ ഷാരിയാത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ പഠിച്ചതും പഠിപ്പിച്ചതുമാണ്. ഈ കാണുന്നത് ഷാലിയത്തി ഇമാം ദർസ് നടത്തുന്ന സമയത്ത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. 3 സ്റ്റെപ്പുകളുള്ള ഇത് കുത്തുബ് ഖാനയിൽ നിന്ന് ഉയരത്തിൽ വെച്ച കിതാബുകളൊക്കെ എടുക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അതോടൊപ്പം ഇത് മടക്കി വെച്ചാൽ കസേരയായും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനത്തെ 2 നിർമ്മിതികൾ ഹസ്രത്ത് മക്കാന്റെ മസ്ജിദിൽ കാണാൻ സാധിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് മഹാനവറുകളോട് പറയുകയുണ്ടായി, തെക്കോട്ട് പോകണം, വാഹനം മുട്ടുകുത്തുന്ന സ്ഥലങ്ങളിൽ പ്രബോധനം നടത്തണം. ഞാൻ ഈ മഹത്വം പറയുന്നത് തമിഴ്നാട് വെല്ലൂരിലെ ഇസ്ലാമിക ചലനത്തിന്റെ അനുഗ്രഹീത അധ്യായമായ കുത്തുബുല്ല സയ്യിദ് ഷാ അബ്ദുൽ ലത്തീഫുൽ ഖാദിരി ബീജാപുരി റളിയല്ലാഹു അൻഹു തങ്ങളെ കുറിച്ചാണ്. വിലായത്തിന്റെ ഉന്നത പദവിയിൽ വിരാജിച്ച മഹാൻ ആത്മീയ വിയാഹസിലെ സൂര്യ തേജസ്സായിരുന്നു. ബീജാപൂരിലായിരുന്നു ജനനം. ഹിജറ 1067. ഗണനീയ കാലവും ബീജാപൂരിൽ തന്നെയായിരുന്നു. അന്ന് ബീജാപൂരിൽ നിൽക്കുന്ന സമയത്ത് അന്നത്തെ രാജാക്കന്മാരുടെ ചില ബുദ്ധിമുട്ട് കാരണത്താൽ പിന്നീട് അന്നത്തെ കർണാടക എന്ന സ്ഥലത്തേക്ക് കുടിയേറി. അവിടെ വെച്ചായിരുന്നു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പറയുകയുണ്ടായത്, തെക്കോട്ട് പോകണം, വാഹനം മുട്ടുകുത്തുന്ന സ്ഥലങ്ങളിൽ പ്രബോധനം നടത്തണം. അങ്ങനെ ഷാഹനൂരിൽ 2 വർഷവും ശേഷം
മൈസൂരിലെ ഇറ എന്ന സ്ഥലത്ത് 12 വർഷവും ദഅവത്ത് നടത്തി. ബൈഅത്തിലൂടെ ജനങ്ങളെ ആത്മീയമായ മാർഗത്തിലേക്ക് കൂട്ടിയുറപ്പിക്കുകയും അതോടൊപ്പം ഖാദിരിയ തരീഖത്ത് നൽകി ജനങ്ങളെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു. പിന്നീട് ആർക്കോട്ടിലെത്തി. ആർക്കോട്ടിൽ ഏതാണ്ട് 6 വർഷത്തോളം ദഅവത്ത് നടത്തി. ആർക്കോട്ടിലെത്തിയ സമയത്ത് അവിടുത്തെ രാജാക്കന്മാർ വളരെ ആദരവോടെ സ്വീകരിക്കുകയും ചെയ്തു. ആർക്കോട്ടിൽ മറ്റൊരു പ്രത്യേകതയും ഉണ്ട്. റബീഉൽ അവ്വൽ 7-ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദം പതിഞ്ഞ ഒരു ചെറിയ പാറയുടെ ഭാഗം കാണാൻ കഴിയുകയും അതോടൊപ്പം മഹാന്മാരായ സ്വഹാബാക്കളിൽ ഉന്നതരായ അലി റളിയല്ലാഹു അൻഹു അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആസാറും അതോടൊപ്പം മഹാന്മാരായ ഗൗസുൽ ആലം അഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അതുപോലെ ഇഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ആസാർ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ റബീഉൽ അവ്വൽ 7-ന് തന്നെ പോകണം. പിന്നെ മഹാനായ ബീജാപൂരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുടുംബങ്ങൾ പലരും അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിന്നീടാണ് വെല്ലൂരിലേക്ക് എത്തുന്നത്. പ്രത്യേകമായൊരു നിരന്ന സ്ഥലത്ത് വാഹനം മുട്ടുകുത്തി. ഈ സ്ഥലമാണ് ഹസ്രത്ത് മക്കാൻ എന്ന് നാം പറയാറുള്ളത്. അന്ന് രാത്രി തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീണ്ടും സ്വപ്നത്തിൽ ദർശിക്കാൻ ഇടയായി. അവിടുന്ന് വീണ്ടും ഹബീബായ തങ്ങളുടെ നിർദ്ദേശം ലഭിക്കുകയാണ്. അങ്ങനെ പിന്നീട് മഹാനവറുകൾ എന്താണ് ചെയ്തതെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ പങ്കിടാം. അസ്സലാമു അലൈക്കും.